വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചേച്ചി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സ് ഷെയർ ചെയ്യും ചേച്ചി എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്. അവരെല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാനാണ്. അടുത്ത മാസമെങ്കിൽ അടുത്ത മാസം, അല്ലെങ്കിൽ ഈ മാസമെങ്കിൽ ഈ മാസം തന്നെ പ്രഗ്നൻസി കിട്ടണമെന്നാണ് പലരും തന്നെ ചിന്തിക്കുന്നത്. അങ്ങനെ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 2 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിനോടകം ഒരുപാട് പേര് പ്രഗ്നന്റ് ആയതിന്റെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവയിൽ മെജോറിറ്റി ആളുകളും പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. 100% ഈ 2 ടോപ്പിക്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് ഓവുലേഷൻ കഴിഞ്ഞ് അണ്ടം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, ബീജം നമ്മളുടെ ശരീരത്തിനകത്തുണ്ട്. ഇത് 2 തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യുന്നു. ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്തിട്ട് അവർ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ എത്തിയിട്ട് അറ്റാച്ച് ആകുന്നു. ഈ ഒരു അറ്റാച്ച് ആകുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഫെർട്ടിലൈസേഷൻ ടൈം മുതൽ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കണം. ആ സമയം മുതൽ, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസം വരെയുള്ള സമയം മുതൽ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അവിടെ ആരംഭിക്കുകയാണ്. ഈ ഓരോ സമയവും ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ഒരു സമയത്തെ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസം. ഈ മാസത്തിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടാനും നഷ്ടമായി പോകാനുമുള്ള സാധ്യത 50-50 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസങ്ങളിൽ, ഈ സമയങ്ങളിൽ ശരീരത്തിന് കൊടുക്കുന്ന ഓരോ കെയറും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇവിടെ ഓരോ ഡോക്ടേഴ്സും നമുക്ക് റെക്കമെൻഡ് ചെയ്തിരുന്ന 2 ടിപ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലവ്, അതായത് പരസ്പരമുള്ള സ്നേഹം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്നത്, പരസ്പരം സ്നേഹം പങ്കിടുന്നത്, കെയർ പരസ്പരം കാണിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടിപ്സ് ആണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഓരോ സ്ത്രീകളും വളരെ ക്രൂഷ്യലായിട്ട് നോക്കി നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ടാകും. ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും ഇത് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാൻ പോവുകയാണോ, പീരീഡ്സ് ആകാൻ പോവുകയാണോ, അല്ലെങ്കിൽ IUI ചെയ്തല്ലോ, അല്ലെങ്കിൽ IVF ചെയ്തല്ലോ, ഇത്തവണ ഫെയിൽ ആകുമോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ടെൻഷൻ മൂലം നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ഇൻക്രീസ് ആകുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എത്രത്തോളം മനസ്സിനെ നിങ്ങൾക്ക് കൂളാക്കാനായിട്ട് പറ്റുന്നുവോ അത്രത്തോളം നിങ്ങൾ മനസ്സിനെ കൂളാക്കി വെക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ലവ് എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കുക. അത് ഹസ്ബൻഡിനെ ആണെങ്കിലും, മൂത്ത കുഞ്ഞിനെ ആണെങ്കിലും, പാരന്റ്സിനെ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണെങ്കിലും, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനെ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളെയും നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരുപാട് തളർന്നു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സമയം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണെന്ന് ചിന്തിക്കാതെ പരസ്പരം സ്നേഹത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലവ് പരസ്പരം ഷെയർ ചെയ്യുക. സപ്പോർട്ടും കെയറിങ്ങും പരസ്പരം നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ ലവ് ജനറേറ്റ് ആകുമ്പോഴേക്കും ഇതുമൂലം നിങ്ങളിൽ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. ഹാപ്പി ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ശരീരത്തിനെ ആ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഹാപ്പി ആക്കി വെക്കുന്നു. ഹാപ്പിയായ ശരീരത്തിന് അതിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകീകരിപ്പിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ നമ്മുടെ ശരീരം ടയേർഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരുപാട് ജോലികൾ ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര തളർച്ചയും ക്ഷീണവും ഒക്കെ ആയിരിക്കും. പക്ഷെ ഓരോ കാര്യങ്ങളും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ശരീരം ഭയങ്കര ഫിറ്റ് ആയിരിക്കും, നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോവാണെന്ന് വിചാരിക്കുക. അന്നൊന്നുമില്ലാത്തൊരു സന്തോഷവും കരുതലും ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ദിവസം ഉണ്ടാകുന്നത് അല്ലെ. എത്രയും പെട്ടെന്ന് ഈ ഒരു ദിവസമായാൽ മതി എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഒരു മാറ്റം നമ്മളുടെ മുഖത്തും വ്യത്യാസം നമ്മളുടെ ശരീരത്തിലും കാണാനായിട്ട് സാധിക്കില്ലേ? സെയിം ഇതേ മെക്കാനിസം അപ്പോൾ നമ്മളിൽ അവിടെ ഉണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നു. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പ്രകൃതിയോട് കൂടുതൽ
കൂടുതലായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് കുറേ ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പെറ്റ്സ് ആയാലും, അതായത് നിങ്ങൾ വളർത്തുന്ന ഏതെങ്കിലും മൃഗങ്ങളായാലും അവരോടൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നു. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതൊരു ടൈപ്പ് ഒരു മെഡിറ്റേഷൻ ആണത്. നമ്മുടെ മൈൻഡിനെ കൂളാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. പലർക്കും പല രീതിക്കുള്ള പ്രാർത്ഥനയുണ്ട്. ഹിന്ദുസിനുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, മുസ്ലിംസിനുണ്ട്, അങ്ങനെ വൈഡ് വെറൈറ്റി നമ്മൾ പല രീതിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥനകളും നിങ്ങൾ ഓരോ ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത്, ഈ മാസവും പരാജയപ്പെടുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഓടിപ്പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക. സമയം നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു സമയമുണ്ട് പ്രാർത്ഥനയ്ക്കെങ്കിൽ, നിങ്ങൾ കണ്ണടച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഭക്തിഗാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ തന്നെ ചിന്തിച്ച് നിങ്ങൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവും. ഇങ്ങനെ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും നമ്മുടെ മൈൻഡ് ഒന്ന് കൂൾ ആവുന്നതിനും ഹാപ്പി ആവുന്നതിനും ഇത് സഹായിക്കുന്നു. തുടക്കത്തിലെ പറഞ്ഞ അതേ മാറ്റം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഹാപ്പി ഹോർമോൺസ് നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറച്ച് നിങ്ങളുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ ശരീരത്തിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഈ ലവിനും പ്രേയ്ക്കും, അതായത് പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഇതുകൊണ്ട് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതുകൊണ്ട് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ ചോദിക്കാറുണ്ട്, ചേച്ചി ഓവുലേഷൻ നടന്നു, എനിക്ക് ഓവുലേഷൻ അറിയാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഫുഡ് ഞാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നില്ല, പാക്കേജ്ഡ് ഫുഡ് കഴിക്കുന്നില്ല, ഹസ്ബൻഡിന് ഒരു പ്രശ്നവും ഇല്ല, പിന്നെ എന്താണ് ചേച്ചി ഞങ്ങൾക്ക് പറ്റുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഒരുപാട് ഫെഡപ്പായിട്ടാണ് ആ ഒരു കാര്യം ചോദിക്കുന്നത്. പിന്നെ ഞാൻ എന്താണ് ചേച്ചി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കാര്യം ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം, ആ ഒരു 14 ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വിചാരിക്കാതെ അത് നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ഒരു നോർമൽ ഡേ ആണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആകാനായിട്ട് തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് റിലാക്സ്ഡ് ആകും, നമ്മുടെ ഇംപ്ലാന്റേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പോൾ യാതൊരു പ്രശ്നവും കാണാത്ത ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസി സക്സസ്ഫുൾ ആകും കേട്ടോ. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ്, ഒരുപാട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യോഗയോ മെഡിറ്റേഷനോ എക്സസൈസോ ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.